നമസ്കാരം, ഞാൻ ബോബി സാഗർ. ഇന്ന് ഞാനുള്ളത് വലിയ കലാകാരൻ്റെ കൂടെയാണ്, ഒരു ചിത്രകാരനായിട്ടുള്ള ഒരു കലാകാരൻ്റെ കൂടെയാണ്. അങ്കമാലി നായത്തോട് സ്വദേശി ആയിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യൻ്റെ ഒപ്പമാണ് ഞാനുള്ളത്. സുബ്രഹ്മണ്യേട്ടൻ ഒരു കലാകാരൻ മാത്രമല്ല, അങ്കമാലി നഗരസഭയിലെ 14-ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കൗൺസിലർ കൂടിയാണ്. നമ്മുടെ ഷോയിലേക്ക് സുബ്രഹ്മണ്യേട്ടൻ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് ഒരു ചിത്രകാരനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു രംഗത്തേക്കുള്ള തുടക്കം? അതായത് ചെറുപ്പം മുതലേ ചിത്രകാരനാണെന്നറിയാം, എങ്കിലും അതിനൊരു തുടക്കം എന്തായിരുന്നു അത്? ആദ്യമേ തന്നെ എന്നെ ഈ ഷോയിലേക്ക് തിരഞ്ഞെടുത്ത ബോബി സാഗറിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ കുഞ്ഞിലേ മുതൽ ചെറുപ്പം മുതൽ ചിത്രകല പഠനത്തോടൊപ്പം തന്നെ കൊണ്ടുവരുന്ന ആളാണ്. കാരണം എൻ്റെ ജ്യേഷ്ഠൻ KR കുമാരൻ എന്ന അദ്ദേഹം നാഷണൽ അവാർഡ് കിട്ടിയ 2018 ദേശീയ അവാർഡ് കിട്ടിയ ചിത്രകാരനാണ്. അപ്പോൾ അദ്ദേഹം ചെറുപ്പം മുതലേ ചിത്രം വരയ്ക്കുമായിരുന്നു. അപ്പോൾ അന്നാട്ടിലൊന്നും ഇത്തരം ചിത്രകല പഠിക്കാനുള്ള അവസരങ്ങളോ ഒന്നും ആർക്കും അറിയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ നടന്നത്. അപ്പോൾ ചേട്ടൻ അതെങ്ങനെ സ്കൂൾ എല്ലാ മത്സരവേദികളിലും പോവുകയും പെൻസിൽ ഡ്രോയിങ്ങിനും സംസ്ഥാന തലത്തിലൊക്കെ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ആളാണ്. അപ്പോൾ അതിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് എനിക്കും ഇതിലേക്ക് ഒരു ആകർഷണം വരികയും ഞാനൊരു ഹൈസ്കൂൾ തലം മുതൽ പല മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് പോയി. അതിനുശേഷം ജ്യേഷ്ഠന് മുൻപേ തൃപ്പൂണിത്തുറ RLB കോളേജിൽ ചിത്രകല പഠിക്കുവാൻ ചേർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ പാത പിന്തുടർന്ന് എനിക്കും ഇത് തന്നെ പഠിക്കണമെന്നൊരു വാശിയുണ്ടായിരുന്നു. എന്നെ വേറെ തലത്തിലേക്ക് വിടാനായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം. കാരണം ഒരു വീട്ടിൽ രണ്ടുപേർ ഒരേ ഇത് പഠിക്കുമ്പോൾ എന്താവും, പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള സംഭവം ഇതതിൻ്റെ പേരിൽ ചിത്രം പഠിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂർ കോളേജ് ഓഫ് ഫൈനാൻസിൽ ചേർന്ന് ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈനാൻസിൽ ചേർന്ന് ചിത്രകല പഠിക്കാൻ തീരുമാനിച്ചത്. അക്കാലത്ത് ഈ ഫൈനാൻസ് കോളേജിലൊക്കെ അഡ്മിഷൻ വാങ്ങാമെന്ന് പറയുന്നൊരു ചിത്രകലയ്ക്കൊക്കെ വലിയ പ്രാധാന്യമുള്ളൊരു സമയമാണ്. ഇന്നിപ്പോൾ ഇല്ലയെന്നല്ല, എന്നാലും ഈ ചിത്രകല തിരഞ്ഞെടുത്തപ്പോൾ അതിലും പല വകഭേദങ്ങളുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? നമ്മുടെ കേരളത്തിൽ സർക്കാർ തലത്തിൽ കോളേജ് ഓഫ് ഫൈനാൻസ് 4 ഉള്ളത്. ഒന്ന് തൃശ്ശൂർ കോളേജ് ഓഫ് ഫൈനാൻസ്, തൃപ്പൂണിത്തുറ RLB, തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈനാൻസ്, പിന്നെ മാവേലിക്കര ഹരിവർമ്മ കോളേജ്. ഈ 4 കോളേജാണ് ആകെ ഉള്ളത്. അപ്പോൾ അവിടേക്ക് വരാൻ വേണ്ടി 4 കോളേജിലും കൂടി ഒരു വർഷത്തിൽ 31 സീറ്റാണുള്ളത് ആകെ. അപ്പോൾ കണ്ടമാനം വിദ്യാർത്ഥികൾ വരുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നും നമ്മൾ എൻട്രൻസ് എക്സാമുണ്ട്, പിന്നെ ചിത്രം വരച്ചുള്ളൊരു ഇൻ്റർവ്യൂ ടെസ്റ്റ് ഉണ്ട്. ഇതൊക്കെ പാസ്സായി മാത്രമാണ് എടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അനവധി കുട്ടികൾ വരും. ഞാൻ പഠിച്ച സമയത്ത് തന്നെ ഒരു 1500ഓളം പിള്ളേർ വന്നിരുന്നു. അതിൽ നിന്നാണ് 30 പേരെ സെലക്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഒരു 17ാമത്തെ റാങ്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അഡ്മിഷൻ കിട്ടി. പിന്നെ അത് 5 വർഷത്തെ കോഴ്സായിരുന്നു, നാഷണൽ ഡിപ്ലോമ ഇൻ ഫൈനാൻസ്. പിന്നെ ഇപ്പോൾ അത് BFA ആക്കി മാറ്റി, ഡിഗ്രി ആക്കി മാറ്റി. അപ്പോൾ അതിനകത്ത് പിന്നെ അതിൻ്റെ വകഭേദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ് ആൻഡ് ഡ്രോയിങ് ഒരു സെക്ഷൻ, പിന്നെ സ്കൾപ്ചർ ശില്പകല, പിന്നെ അപ്ലൈഡ് ആർട്ട്, ഇപ്പോഴത്തെ വിഷ്വൽ ആർട്സ്. അങ്ങനെയാണ് 3 വകഭേദമുണ്ട്. ഞാനെടുത്തത് പെയിൻറ്റിങ് ആൻഡ് ഡ്രോയിങ് ആണ്. അത് ശില്പകല നമ്മൾ കോമൺ ആയിട്ട് എല്ലാം പഠിക്കണം 2 വർഷം. അപ്പോൾ നമുക്ക് ശില്പകലയുടെയും കാര്യങ്ങൾ അറിയാം, എങ്കിലും സ്പെഷ്യലൈസ് ചെയ്തതാണ്. എത്തരത്തിലുള്ള ചിത്രങ്ങളാണ് കൂടുതൽ വരയ്ക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ ആഗ്രഹം? നമ്മൾ ഒരു ചിത്രകാരൻ നൽകി എല്ലാം വരയ്ക്കാൻ ഇഷ്ടം തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്നത് ആളുകളുടെ ഫേസ് വരയ്ക്കലാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ അറ്റ് എ ടൈമിൽ തന്നെ ആളുകൾ നോക്കി വരച്ചു കൊടുക്കുക എന്നുള്ള ഇതുണ്ട്. പിന്നെ എല്ലാത്തരം പെയിൻറ്റിങ് ചെയ്യും. ഇതാണ് കൂടുതൽ ഇപ്പോൾ ഞാൻ കൊണ്ടുനടക്കുന്നൊരു കലാരംഗത്ത്. കലാരംഗത്ത് ഒരു ചിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് ഇതിന് എന്തോരം വാണിജ്യ സാധ്യതകളുണ്ട്? ഇത് പലർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ കൂടി ഇതൊരു വരുമാന മാർഗമായാലല്ലേ നമ്മുടെ ജീവിതമാർഗം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ഇത് എത്രമാത്രം ഇതിനൊരു വാണിജ്യപരമായിട്ട് ഇതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്? വാണിജ്യപരമായ സാധ്യത എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ കലാകാരൻ്റെയും അവൻ്റെ പെർഫോമൻസ് അനുസരിച്ചാണ് അവരൊരു വാല്യൂ ജനങ്ങൾ കൽപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിത്രകല പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ശരിക്കും പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതിനൊരു ആളുകളെ എത്രത്തോളം ആകർഷിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ നിലയ്ക്ക് നമ്മുടെ വർക്കുകൾ ജനത്തിന് എത്ര ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എൻ്റെ ഇത്. പ്രത്യേകിച്ച് റേറ്റ് എന്ന് പറയാൻ ചിത്രകലയ്ക്കില്ല. ഈ പറഞ്ഞോണം, നമുക്കെന്നാലും ജീവിതം ആണ്. ഇതും കൊണ്ട് ജീവിക്കുന്ന ആളാണ് ഞാനൊരു 40 വർഷത്തോളമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എക്സിബിഷനൊക്കെ ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ കേരളത്തിൽ കോമൺ ആയിട്ട് കാര്യം പറയുന്നത്, കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ എക്സിബിഷൻ ചെയ്യുമ്പോൾ നമ്മൾ പെയിൻറ്റിങ്സ്
കുറേ എഫേർട്ട് എടുത്ത് പെയിൻറ്റിങ് ചെയ്യണം. ക്രിയേറ്റീവ് പെയിൻറ്റിങ്സ് ഉണ്ടാവും, റിയലിസ്റ്റിക് പെയിൻറ്റിങ് ഉണ്ടാവും, മറ്റേതെങ്കിലും തീം വെച്ചിട്ട് പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ മിക്സിംഗ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ ചെയ്യുന്ന എക്സിബിഷൻ നമ്മൾ കൊച്ചിൻ ദർബാർ ഹാൾ പോലുള്ള ഒരു ഹാളിലേക്ക് ചെയ്യുമ്പോൾ ഇതിന് വാണിജ്യപരമായിട്ട് ചോദിച്ചതിൻ്റെ പേരിൽ പറഞ്ഞതാണ്. കൊച്ചിൻ ദർബാർ ഹാൾ പോലെ അല്ലെങ്കിൽ അങ്ങനെ കാശി ആർട്ട് കാഫേ പോലെ സ്ഥലത്തൊക്കെ എക്സിബിഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു 10-30 പെയിൻറ്റിങ്ങിൽ വേണം. നമ്മുടെ പെയിൻറ്റിങ്ങിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് കാണുന്നതിന് ഇഷ്ടംപോലെ ആളുകൾ വരും. പക്ഷേ അവിടെ ആളുകൾ വന്നു കഴിഞ്ഞാൽ കണ്ട് പോകും. പക്ഷേ ഒരു ബുക്കുണ്ട്, ആ ബുക്കിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് പോകും, നല്ലതായെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം എഴുതി വെച്ചിട്ട് പോകും. അല്ലാതെ പെയിൻറ്റിങ് വാങ്ങാമെന്നുള്ളൊരു ചിന്ത ഇവിടെ ഇല്ലാതെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പെയിൻറ്റിങ് വാങ്ങൽ. കാരണം ഇവിടെ ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യണു, അല്ലെങ്കിൽ അതിൻ്റെ വാടക, ഹാളിൻ്റെ വാടക അത്രയും ദിവസം നമ്മുടെ അല്ലെങ്കിൽ ഒരാൾ ഹെൽപ്പർ എന്തായാലും വേണം. ആളെ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് തന്നെ പൈസയാണ്. പക്ഷേ ഇതൊന്നും ഒരാൾ പെയിൻറ്റിങ് വാങ്ങിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു വാണിജ്യ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതിൽ ഈ കലാകാരന്മാർ പുറകോട്ട് അടിക്കുന്നത്. അപ്പോൾ കമ്മീഷൻ വർക്കുകളിലേക്ക് ചുരുങ്ങിപ്പോകും. ചില ഒരു ഫോട്ടോ വരച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ പെയിൻറ്റിങ് പോർട്രേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള തലത്തിലേക്ക് ഇപ്പോൾ കുറച്ച് വീടുകളിലൊക്കെ ചെയ്യിക്കുന്നുണ്ട്, കുറച്ച് ക്രിയേറ്റീവായിട്ട് വർക്കുകൾ. അങ്ങനെയൊക്കെ ഒതുങ്ങിപ്പോകും. മറ്റേ പെയിൻറ്റിങ്ങിന് വിപണി സാധ്യത ഇവിടെ കുറവാണ്. വിദേശത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഒരു പെയിൻറ്റിങ്, ഒരു ചെറിയ വീടായാലും ഒരു ഒറിജിനൽ പെയിൻറ്റിങ് വയ്ക്കുന്ന സ്വഭാവമുണ്ട്. ഒരു ഒറിജിനൽ പെയിൻറ്റ് വയ്ക്കുന്ന ആളെയും പ്രിൻ്റ് എടുത്ത് ഫ്രെയിം ചെയ്ത് വയ്ക്കുന്ന ആളെയും ജനം കാണുന്ന വിഷന് വ്യത്യാസമുണ്ടാകും. ആ ഒരു സംസ്കാരത്തിലേക്ക് വന്നാൽ മാത്രമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ചിത്രകാരന്മാർക്ക് ഇവിടെ വിപണി സാധ്യതയും ജീവിക്കാൻ നല്ലൊരു അവസ്ഥയും ഉണ്ടാവുകയുള്ളൂ. ഇത് ഞാൻ പൊതുജനങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. ഇപ്പോൾ കാര്യം പറഞ്ഞുള്ളൂ. ഈ കോളേജുകളിലെ പാഠ്യപദ്ധതി ചേട്ടൻ അന്ന് പഠിച്ച ആ ഒരു സിസ്റ്റത്തിൽ തന്നെയാണോ ഇപ്പോഴും ചിത്രകല പഠിപ്പിക്കുന്നതും, അതോ വിദേശ രാഷ്ട്രങ്ങളെ അനുകരിച്ചു കൊണ്ടുള്ള എന്താണ് ഇപ്പോഴുള്ള ഒരു സ്ഥിതി എന്താണ്? ഇവിടെ ഇപ്പം നമ്മുടെ നവോത്ഥാന കാലഘട്ടം, ഗുഹാചിത്രങ്ങൾ തുടങ്ങിയാണ് ചിത്രകലയുടെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ചിത്രകല അന്നത്തെ ആളുകളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിനൊരു ആർട്ട് ഹിസ്റ്ററി ഉണ്ട്, അതിൻ്റേതായ ഒരു സൗന്ദര്യ ദർശനമുണ്ട്. ഇതിനൊക്കെ ആധാരമാക്കിയാണ് ചിത്രകലയ്ക്കൊരു സിലബസ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. നേരത്തെ ഇവിടെ ഞങ്ങൾ പഠിക്കുന്നതിന് മുൻപ് കേരളത്തിലുണ്ടായിരുന്നത് KGT KGC സമ്പ്രദായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇതിൽ നിന്നിട്ട് ഒരു അളവുകൾ കൊടുക്കും. എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഒരു അളവ് കൊടുത്തിട്ട് ആ അളവിൽ നിന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരാളെ തന്നെ വരയ്ക്കും, ഒരു മനുഷ്യൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ അതിന് അനാട്ടമി, കൃത്യമായ അനാട്ടമി അളവ് വെച്ചിട്ടാണ്. പക്ഷേ പിന്നീട് ആധുനിക രീതിയിൽ വന്നു കഴിയുമ്പോൾ അളവിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നതല്ല മനുഷ്യൻ, ഒരു അളവിൽ ഒതുക്കാൻ പറ്റിയതല്ല. അപ്പോൾ അതിനൊരു മോഡേൺ സ്വഭാവം വന്നപ്പോൾ അതിൻ്റെ പഠന രീതിക്ക് വ്യത്യാസം വന്നു. റിയലിസ്റ്റിക് പെയിൻറ്റിങ് കാലഘട്ടത്തിലാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്, ഈ കൃത്യമായിട്ട് അളവിട്ട് ആളുകളെ തിരിച്ച്. അങ്ങനെയല്ലല്ലോ, മനുഷ്യൻ പല രീതിയിലല്ലേ. അപ്പോൾ പിന്നീട് വന്നപ്പോൾ വിദേശ രാജ്യങ്ങളുടെ പാഠ്യപദ്ധതി നമ്മൾ ഉൾക്കൊണ്ടിട്ടാണ് ഇതിന് എസ്തെറ്റിക്സ്, ആർട്ട് ഹിസ്റ്ററി അങ്ങനെയുള്ള ഒരു വായിച്ചു പഠിക്കാൻ രീതിയിലുള്ള സൈഡ് ആയിട്ടുള്ള ഒരു പോർഷൻ കൂടി ഉണ്ട് അതിനകത്ത്. ഈ വരച്ച് പഠിക്കുക അല്ലെങ്കിൽ ശില്പം ചെയ്ത് പഠിക്കുക മാത്രമല്ല, ഇങ്ങനെ കൂടി ഉണ്ട്. അത് വന്നപ്പോഴാണ് കുറേ കൂടി ഇതിൻ്റെ മാനം കൂടിയത്. ഈ ചിത്രകലയ്ക്കുള്ള വ്യത്യാസങ്ങൾ വന്നത് ലോകത്ത് ആകമാനം അത് ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പോഴത്തെ പാഠ്യപദ്ധതി അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, മോഡേൺ രീതിയിലുള്ളൊരു ആർട്ട്. അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ചോദ്യമാണ്. എന്നെപ്പോലെ ഈ വര ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു ചോദ്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇങ്ങനെ എപ്പോഴും പരസ്യങ്ങൾ വരുന്നു, ഒരു ദിവസം കൊണ്ട് വര പഠിക്കാം, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് വര പഠിക്കാം എന്ന് പറഞ്ഞു. ശരിക്കും അങ്ങനെ പഠിക്കാൻ പറ്റുമോ? ഒട്ടും വരയ്ക്കാത്ത എന്നെ സംബന്ധിച്ച് ഞാൻ ഒട്ടും വരയ്ക്കില്ല. അപ്പോൾ ഒട്ടും വരയ്ക്കാത്തവർക്ക് വരെ 2 ദിവസം കൊണ്ട് 1 ദിവസം കൊണ്ടൊക്കെ വര പഠിക്കാമെന്നും പറഞ്ഞിട്ട് പരസ്യങ്ങൾ കാണാറുണ്ട്. അങ്ങനെ ചിത്രകല അത്രയ്ക്ക് എളുപ്പമാണോ? ഒരു ദിവസം കൊണ്ട് ചിത്രകല പഠിക്കാമെന്നുണ്ട് അത്ര എളുപ്പമുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഒരു 40 വർഷത്തോളം ഈ ഫീൽഡിൽ അതിൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് ബേസിക് കാര്യങ്ങൾ തന്നെ ആയാലും നമുക്കൊരു ദിവസം പോരാ. ബേസിക്കായിട്ടൊരു കാര്യം ആൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. ഇതിൻ്റെ ഒരു നമ്മൾ വരയ്ക്കാറിയാവുന്ന ആളായാൽ തന്നെയും അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പഠിക്കുമ്പോൾ. പെൻസിൽ ഡ്രോയിങ് ഫസ്റ്റ് തന്നെ പെൻസിൽ ഡ്രോയിങ്ങിലാണ് എല്ലാവരും തുടങ്ങുന്നത്. ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ് ചെയ്താലും അതിൻ്റേതായ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഷെയ്ഡിങ്, പെൻസിലിൻ്റെ ആംഗിളുകൾ, ഇതൊക്കെ പഠിക്കുമ്പോൾ തന്നെ ദിവസങ്ങളെടുക്കും. അതിന് ശേഷമാണ് നമ്മൾ കുട്ടികളെ പഠിക്കുമ്പോൾ തന്നെ പഠിപ്പിക്കുമ്പോൾ അതിലേക്ക് മറ്റുള്ള ഒരു ചിത്രം വരയ്ക്കാൻ കുറച്ച് എക്സർസൈസും കുറച്ച് ഇതിന് ബേസിക് കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ വരയ്ക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുള്ളൂ. അതിന് ശേഷം അവർ വരയ്ക്കാൻ നമുക്ക് ആദ്യം തന്നെ ചിലപ്പോൾ ഇമിറ്റേറ്റ് ചെയ്ത് വരയ്ക്കേണ്ടി വരും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രകൃതി കാണുന്ന വസ്തുക്കൾ, പൂക്കൾ, ഇലകൾ, ഇതൊക്കെ അങ്ങനെ പഠിപ്പിച്ച് അതിൻ്റെ ഷെയ്ഡിങ് പഠിപ്പിച്ച് അങ്ങനെ ബേസിക്കായിട്ട് ആ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളിൽ ചിത്രകലയുടെ ഒരു അംശം ഉള്ള ആളാണെങ്കിൽ അവൻ പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യും. അതല്ലാത്തൊരാളാണെങ്കിൽ ഒരിക്കലും നടക്കില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ച സ്ഥിരമായിട്ട് മിക്കവാറും ചാനലുകളൊക്കെ എടുക്കുമ്പോൾ, ഏത് ചാനലെന്നൊക്കെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അതിനകത്ത് മിക്കവാറും കാണുമ്പോൾ ഒരു ദിവസം ചിത്രകല പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ അത് നമുക്ക് പേടിയാവണം കേൾക്കുമ്പോൾ. കാരണം നമ്മൾ ഇത്രയും അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇത്രയും നമ്മളൊരു കളർ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ചെയ്യുമ്പോൾ
അത് ശരിയാണെന്ന് നോക്കാം, കൊടുക്കണം. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ട് വേണം, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ട് നമ്മൾ അടുത്തേക്ക് പോകുള്ളൂ. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ചില ടെക്നിക്കുകൾ ഇപ്പോൾ കോളം ഇട്ടൊക്കെ വരയ്ക്കുന്നുണ്ട്. പക്ഷെ അത് അന്ന് ചിത്രങ്ങളുടെ ഒരു ഇതല്ല, അത് ടെക്നിക്ക് മാത്രമാണ്. ബേസിക്കായിട്ട് ചിത്രങ്ങൾ പഠിക്കാൻ ഒരു സംഭവം നടക്കില്ല. അത് അങ്ങനെ അത് ശരിയല്ല, ഒരു രീതിയല്ല, പഠന രീതിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോളേജ് കാലത്ത് പഠനകാലത്ത് ഉണ്ടായിരുന്ന കുറച്ച് ഓർമ്മകൾ എന്തൊക്കെയാണ്? ചേട്ടൻ്റെ അധ്യാപകർ, കൂടെ പഠിച്ചവർ, അതിൽ ഇപ്പോൾ ഉള്ള അവരുടെ പൊസിഷൻസൊക്കെ അതൊക്കെ അറിയാറുണ്ടോ? അവർ നിലവിൽ കൂടെ പഠിച്ചവർ പ്രശസ്തരായവരുണ്ടാവാം, അല്ലായിരിക്കാം. അപ്പോൾ അവരെല്ലാം എങ്ങനെയാണോ ചേട്ടൻ ഓർക്കണേ? തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ പഠന കാലത്തെ ഒരു ലാസ്റ്റ് പഠിച്ചാണ് ചിത്രകല. അപ്പോൾ നമ്മൾ എന്തായാലും അത് കുറച്ച് പേരുള്ളൂ കോളേജിൽ. അപ്പോൾ നമ്മൾ എന്തായാലും അവർ ഓർത്തിരിക്കുന്നുണ്ട്. ഞങ്ങളെ ഒരു ഗ്രൂപ്പുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ഒരു ചിത്രകലാ അധ്യാപകൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ചിത്രകാരനല്ല, അദ്ദേഹം എസ്തെറ്റിക്സ്, ആർട്ട് ഹിസ്റ്ററി എടുക്കാൻ ഡോക്ടറേറ്റ് എടുത്ത് വിജയകുമാർ മേനോൻ സാർ, പാലക്കാടുള്ള ആ സാറാണ് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ചിത്രകലയ്ക്ക് കുറേ അതിന് വേണ്ടി സമർപ്പിച്ച ജീവിതം. വിവാഹം പോലും കഴിക്കാതെ ആയിരുന്നു ആ പ്രൊഫസർ വിജയകുമാർ മേനോൻ എന്ന സാറ്. സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ട കുട്ടികൾ ഒരിക്കലും നമ്മൾ ഈ ചിത്രകലയെ പഠിക്കാൻ സ്നേഹിക്കുന്ന ആളുകൾ നമുക്കിത് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനോ ഒക്കെ പ്രാപ്തരാക്കി എടുക്കാൻ ഞങ്ങളെ കുറച്ച് വളരെയധികം സഹായിച്ചിട്ടുണ്ട് സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എസ്തെറ്റിക്സ്, ആർട്ട് ഹിസ്റ്ററി, ചിത്രകലയുടെ സൗന്ദര്യ ദർശനങ്ങൾ, ലോകത്തുള്ള പ്രശസ്തരായ വാൻ ഗോഗ് തുടങ്ങിയുള്ള പ്രശസ്തരായ മൈക്കലാഞ്ചലോ, ഡാവിഞ്ചി തുടങ്ങിയുള്ള റിയലിസ്റ്റിക്, പോസ്റ്റ് മോഡേണിസം അങ്ങനെയുള്ള ഓരോ ഇസങ്ങളും ഓരോ കാലഘട്ടത്തിലുണ്ട്. സറിയലിസം, ഇംപ്രഷനിസം, എക്സ്പ്രഷനിസം അങ്ങനെയുള്ള അതിലൊക്കെയുള്ള ആളുകൾ കൂട്ടി ഇണക്കി അവരുടെ രീതികളെക്കുറിച്ചും അവരുടെ ഭയങ്കര ഗഹനമായ പഠനമുള്ള സാറാണ്. ഡോക്ടറേറ്റ് എടുത്തുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കേട്ടുള്ള അപൂർവം വിദ്യാർത്ഥികളിൽ ഒരാളെ ഞാൻ. കാരണം അദ്ദേഹം ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ ശേഷവും സാറുമായിട്ടും ഞങ്ങളെ ഗ്രൂപ്പ് ബന്ധപ്പെടാറുണ്ട്. അതിനുശേഷം സാറ് നമ്മുടെ അങ്കമാലിക്കടുത്ത് കാലടിയിൽ സംസ്കൃത യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ അവിടെയും ഗസ്റ്റ് ഫാക്കൽറ്റിയുടെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ സാറിൻ്റെ ക്ലാസ് കേൾക്കാൻ എൻ്റെ വീട് അങ്കമാലിൻ്റെ അടുത്താണ്, ഈ കോളേജിൻ്റെ അടുത്താണ്. സാറിൻ്റെ ക്ലാസ് കേൾക്കാൻ പോകുന്ന കാലഘട്ടമുണ്ട്. ഞാൻ അവിടെ നിന്ന് പഠിച്ച് ഇറങ്ങി നമ്മുടെ പ്രൊഫഷനായിട്ട് പോകുന്ന സമയത്തും അത്രയും നല്ല സാറുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് ഞങ്ങളുടെ വലിയ ഭാഗ്യമാണ് ജീവിതത്തിൽ. വിജയകുമാർ സാറ് 2-3 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെടുകയുണ്ടായി. പിന്നെ അതിനുശേഷം പിന്നെ ഒരു വി കെ രാജൻ മാഷ് ശില്പകലയിൽ പ്രശസ്തം, പിന്നെ വി എസ് ബാലകൃഷ്ണൻ സാറ് ഒക്കെ അതിപ്രശസ്ത, കേരളത്തിൽ അന്ന് ജീവിച്ചിരുന്ന ആളുകളിൽ പ്രശസ്തരായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഗസ്റ്റ് ഫാക്കൽറ്റികൾ വരെയായിരുന്നു ഇങ്ങനെ ഇന്ത്യയിൽ മറ്റേ ബറോഡ MS യൂണിവേഴ്സിറ്റി, ശാന്തിനികേതൻ കൽക്കട്ടയിൽ നിന്ന്, പിന്നെ ഗുജറാത്തിൽ നിന്ന് എന്നൊക്കെ അധ്യാപകർ ഗസ്റ്റായിട്ട് വന്ന് ക്ലാസ് എടുക്കും. ഭഗവാൻ ചവാന സാറ്, പിന്നെ വി കെ രാജൻ സാറ്, അങ്ങനെ കുറേ അധ്യാപകരൊക്കെ ഞങ്ങൾക്ക് നല്ല ക്ലാസ് തന്നിട്ടുണ്ട്. ഈ ചിത്രകല ഒരു ഉപജീവന മാർഗം ആക്കാം, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തീരുമാനിച്ചപ്പോഴാണ്? അതായത് ഈ പഠനത്തിന് ശേഷം അപ്പം തന്നെ നമുക്കൊരു തിരക്കുകളിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. ബാക്കിയുള്ളവർക്ക് പോകാം, പക്ഷെ അല്ലാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ചേട്ടൻ പഠിത്തം കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നമ്മുടെ ജീവിതമാർഗമായിട്ട് എടുക്കാം എന്ന് തീരുമാനിച്ചത് ഏതൊരു സന്ദർഭത്തിലാണ്? ചിത്രകല ഉപജീവന മാർഗമായിട്ട് എടുക്കാമെന്ന് തീരുമാനിക്കാൻ കാരണം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം, ആ കാലഘട്ടം ഞാൻ 93-ലാണ് പാസ് ഔട്ടായത്. അതിന് മുൻപോട്ടും കുറച്ച് പിന്നോട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഒരു സുവർണ്ണ കാലഘട്ടമാണ് ചിത്രകാരന്മാരുടെ. കാരണം കേരളത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനല്ല പൊതു ഇതിൽ മറ്റേ പ്രിൻറ്റിങ് മേഖല ഇത്രയും സജീവമായിട്ടില്ല. ഇപ്പോൾ ഫ്ലെക്സ്, അതുപോലെ വിനൈൽ പ്രിൻറ്റിങ്, അത്തരം മേഖലകളില്ലാത്തതിൻ്റെ കാരണം, അത് ഇല്ലാത്ത കാരണം ചിത്രകലയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. എന്തും കാര്യത്തിനും ചിത്രകല അല്ലെങ്കിൽ അഡ്വർടൈസിങ്, പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ, നമ്മൾ വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് ആളതിൻ്റെ പേരിൽ നമുക്ക് വരുമാനം വലിയ കാര്യമായിരുന്നു. ഈ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ചിലവാണ്. ഈ മെറ്റീരിയൽ വാങ്ങൽ, പെയിൻറ്റ് വാങ്ങൽ നല്ല ചിലവാണ്, യാത്ര. അപ്പോൾ അതിനുള്ള ചിലവ് തന്നെ വഴി കണ്ടെത്തുന്ന നമ്മൾ ചെറിയ നാട്ടിലുള്ള ചെറിയ ആളുകൾ തരുന്ന വർക്കുകൾ, ചിലപ്പോൾ ഡ്രോയിങ്, പെയിൻറ്റിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടികളുടെ വർക്കുകൾ, അങ്ങനെയൊക്കെ ആ രീതി കൂടി അപ്പോൾ നമുക്ക് ചെറിയ ഇൻകങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ അത് തന്നെ നമുക്ക് ഫോളോ ചെയ്ത് പോയി. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും ജീവിതമാർഗം. ഇപ്പോൾ കുറച്ചുകൂടി വലിയ പെയിൻറ്റിങ്ങുകളിലേക്ക് തിരിഞ്ഞു. നമ്മുടെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ചുകൂടി വലിയ വർക്കുകൾ എടുത്ത് ചെയ്യണ ആ ഒരു പ്രാപ്തി ആവുമല്ലോ നമുക്ക്. അങ്ങനെയാണ് പിന്നീട് ഇതന്നെ ജീവിക്കും. കാര്യം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പ്രിൻ്റ് മേഖല വന്നാലും നമുക്ക് ഒരു ആവറേജ് എനിക്ക് നന്നായിട്ട് ജീവിച്ചുള്ള വർക്കുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ പേരിലായിരിക്കണം എനിക്ക് വർക്ക് വീണ്ടും നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ മേഖല, പുതിയ മേഖലകൾ വന്നാലും എന്നെ ബാധിച്ചിട്ടില്ലത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് കുടുംബം ജീവിച്ചു പോകുന്നത്.
ഒരു ചിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഈ ഒരു കാലഘട്ടം വരെ. ഇപ്പോഴും വരച്ചുകൊണ്ടിരുന്നിടത്തോണ്ടാണ് ഞാൻ ഈ കൊണ്ടുവരുന്നത് ഈ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയത് ഏതൊരു ചിത്രം വരച്ചപ്പോഴാണ്? അത്തരത്തിലുള്ളൊരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്ന നിമിഷം എല്ലാ കലാകാരന്മാർക്കും ഉണ്ട്. ഏത് ചിത്രം വരച്ച് അതിനൊരാൾ അത് ഇഷ്ടപ്പെടുമ്പോൾ ആണ് നമുക്ക് സന്തോഷം വരുന്നത്. അത് കോമൺ ആയിട്ടുള്ളതാണ്. അതല്ലാതെ എനിക്ക് സന്തോഷം കൂടുതൽ തോന്നിയ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉമ്മൻചാണ്ടി സാറ് മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഇലക്ഷൻ നിന്നപ്പോൾ ഞാൻ അവിടെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിൻ്റെ പേരിൽ ഞാൻ അവിടെ ചെല്ലുകയും കുറച്ചധികം വോട്ടർമാരെ, അവിടെ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള വോട്ടർമാരെ കുറച്ചധികം വരയ്ക്കുകയും അത് എല്ലാ ചാനലുകളും കവർ ചെയ്യുകയും ഞാൻ ആ ഒരു ചിത്രം ഒരു 22ഓളം ആളുകൾ വരച്ചു വന്ന് ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് ഞാൻ അത്രയും പേരെ വരച്ചു. അപ്പോൾ അത് ഒന്നും മോശമായില്ല, ആരും എതിരഭിപ്രായം പറഞ്ഞില്ല. അത് എല്ലാവർക്കും വളരെ സ്വീകാര്യമായിട്ട് പിന്നെ ചാനലുകളൊക്കെ വന്ന് എന്നെ ഇൻ്റർവ്യൂ എടുക്കുകയും ബൈറ്റ് എടുക്കുകയും ചെയ്തിരുന്നു. ആ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആളുകൾ, നമ്മളവരെ അറ്റ് എ ടൈമിൽ നിന്ന് ഞാനും സുഹൃത്തുക്കളും വൈഫും അടക്കം പോയി ആണ് ചെയ്ത അവിടെ ചെന്നിട്ട് വഴി കാണുന്ന ആളുകൾ അപ്പോൾ വിളിച്ചിട്ട് വരച്ചു കൊടുക്കരുത്. അപ്പോൾ ആരും ഒരു നന്നായില്ലെന്ന് ഒന്നും പറഞ്ഞില്ല. അത് വളരെ സന്തോഷം ഉണ്ടാക്കിയ നിമിഷമാണ്. അത് അത്രയധികം വർക്ക് ചെയ്തപ്പോൾ നമുക്കത് വലിയൊരു അടുപ്പിച്ചങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും വർക്കൊന്നും മോശമായില്ല. അതിന് എല്ലാ ചാനലുകളൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യിക്കേണ്ടായിരുന്നു. അതെല്ലായിടത്തും വന്നിരുന്നു. അതെനിക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയ നിമിഷമാണ്. സജീവമായിട്ട് കലാരംഗത്തുള്ളപ്പോൾ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ ഒരു വരാണ്ടായിരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു താല്പര്യം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു? പൊതുപ്രവർത്തനം വലിയ ഇഷ്ടമുള്ളതാണ്. ഞാൻ വളരെ ചെറുപ്പം മുതലും ആളുകളെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടല്ല അല്ലാതെ ഹെൽപ്പ് ചെയ്യാൻ എനിക്കിഷ്ടമുള്ള ആളായിരുന്നു. അതെൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയായിരിക്കും തോന്നുന്നു. അമ്മ അങ്ങനത്തെ ഒരാളായിരുന്നു. എന്തെങ്കിലും ആപത്ത് കണ്ട ഓടി ചെല്ലും, എന്തെങ്കിലും കണ്ടിരുന്ന അടിച്ചിട്ട് പോരില്ല. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ ചെറിയ ചെറിയ ആസ്പത്രി കേസുകളൊക്കെ നമ്മൾ അങ്ങനെ അറ്റൻഡ് ചെയ്യുക, അങ്ങനെ ആളുകളെ കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്യുക, അവരെ കൂടെ നിൽക്കുക, അങ്ങനെ സ്വഭാവമുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കണം ഞാൻ കലാകാരന്മാർ പൊതുവേ രാഷ്ട്രീയത്തിൽ ഒന്നും വലിയ സജീവമാവാറില്ല. ചുരുക്കം പ്രൊഫഷനെ ബാധിക്കുന്നു പേടിച്ചിട്ടാണ് മിക്ക ആളുകളും ചെയ്യാതെ. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് എങ്കിൽ തന്നെ. അപ്പോൾ ഞാൻ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അവിടെ 2015-20 നഗരസഭ അങ്കമാലി മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ അവിടെ എൻ്റെ അടുത്ത് സ്ഥാനാർത്ഥി നിർണ്ണയങ്ങൾ വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വാർഡിലേക്ക് എന്നെ നിർത്താൻ പാർട്ടിക്കാർ ഉദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ സാഹചര്യത്തിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസ് എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുകയും അപ്പോൾ ഞാനത് അങ്ങനെ വീട് കേട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് എനിക്ക് വരുന്നത്. അങ്ങനെ വന്ന് ഞാൻ തന്നെ സ്ഥാനാർത്ഥി ആയി. എന്നെ ആക്കി എന്ന് പറയാം. അങ്ങനെ ആക്കി നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെ കണ്ടിട്ടായിരിക്കാം. അങ്ങനെ സാഹചര്യത്തിൽ ഞാൻ അവിടെ ജയിച്ചു വരികയും ചെയ്തത്. ഇപ്പോൾ അതിനുശേഷം 2015-20 അത്യാവശ്യം നന്നായിട്ട് കൗൺസിലർ നൽകി ആ വാർഡിൽ സജീവമായിട്ട് പെർഫോം ചെയ്തു. നമ്മളിലാവുന്ന രീതിയിലെല്ലാം ആനുകൂല്യങ്ങളും മറ്റും ആളുകൾക്ക് എത്തിക്കാനും കാര്യങ്ങളും സജീവമായിട്ട് നിൽക്കാൻ പറ്റി. പിന്നെ ചിത്രകാരൻ എന്നല്ല ഒരു പരിവേഷം ഉള്ളതിൻ്റെ പേരിൽ എനിക്ക് കൂടുതൽ ആളായിട്ട് ബന്ധപ്പെടാൻ ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കഴിഞ്ഞ ടൈമിൽ 20-25 കാലഘട്ടത്തിൽ ഞാൻ ഇലക്ഷനിൽ നിന്ന് മാറി നിന്നിരുന്നു. വീണ്ടും ഞാൻ എൻ്റെ ചിത്രകലയുമായിട്ട് സജീവമായിട്ടും കുടുംബമായിട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഇപ്പോൾ 25-26 ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അവസരം കിട്ടുകയും അതും എൻ്റെ വീട്ടിൽ നിന്നൊരു 4 വാർഡിനപ്പുറത്തുള്ള സ്ഥലത്ത് നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ചെത്തിക്കോട് ഭാഗത്താണ് ഇത്തവണ സ്ഥാനാർത്ഥിയാൻ പറ്റിയത്. അവിടെ നല്ല വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അങ്കമാലി പ്രസൻറ്റിൽ കൗൺസിലറായിട്ട് പോകുന്നു. അതിനൊപ്പം തന്നെ എൻ്റെ വർക്കുകളും ചിത്രകലയുമായി ബന്ധപ്പെട്ട വർക്കുകളും പൊതുപ്രവർത്തനവും എല്ലാം സജീവമായിട്ട് കൊണ്ടുനടക്കും. കലാകാരനായ ചേട്ടൻ കൗൺസിലറായിട്ട് വന്നപ്പോൾ നമ്മുടെ അങ്കമാലി നഗരസഭയിലുള്ള കലാകാരന്മാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ അങ്കമാലി നഗരസഭയിൽപ്പെടുന്ന കലാകാരന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പ്ലാനുകൾ ചേട്ടൻ്റെ മനസ്സിലുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒരു കലാകാരൻ ഒരു കൗൺസിലറായിട്ട് പറയുന്നത് അപൂർവമായിട്ട് നമ്മുടെ ഈ പരിസരങ്ങളിലൊന്നും ഇല്ല. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിക്കുന്നത് ഇവിടെ അടുത്ത പഞ്ചായത്തുകളിലോ ഒന്നും അങ്ങനെ ഒരു ചിത്രകാരനോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരനോ അങ്ങനെയുള്ള ആളുകളൊന്നും കൗൺസിലർമാരായിട്ട് മെമ്പർമാരായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം 15-20 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത്
അന്ന് ഭരണസമിതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ കുറച്ച് വൈകിപ്പോയി. ലളിതകലാ അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ട അങ്കമാലിലൊരു എന്തെങ്കിലും ചെയ്യണം. അതായത് ഇവിടെ വളർന്നു വരുന്ന കലാകാരന്മാർക്ക്, ഏത് കലാകാരന്മാർ ഇതിന് ചിത്രകലയോ ശില്പകല മാത്രമല്ല, പാട്ട് പാടുന്നവർ, മിമിക്രി കലാകാരന്മാർ, ഡാൻസ്, നാടകം, അങ്ങനെ ഇതര കല, എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എന്തെങ്കിലും ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൊറോണ വന്നത്. അപ്പോൾ ഞാൻ കൊറോണ വന്നപ്പോൾ അതൊന്ന് ബ്രേക്കായി, പിന്നെ ഭരണസമിതിക്ക് മാറി, ഇലക്ഷൻ മാറി. ഇപ്പോൾ വന്നപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആദ്യത്തെ ഒരു ചിന്ത അത് തന്നെയാണ്, എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ വിവിധങ്ങളായ പ്രഗത്ഭരായ ആളുകളെ ഇവിടെ സജഷൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ അങ്കമാലി മേഖലയിൽ ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട്, മറ്റുള്ള ഇതര അതൊക്കെ ഉണ്ടെങ്കിലും ഈ നമ്മുടെ കലകൾക്ക് എത്രത്തോളം പ്രാധാന്യം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇവിടെ ബിനാലെ വന്നപ്പോഴാണ് കൊച്ചിയിൽ ബിനാലെ വന്നപ്പോഴാണ് കുറച്ച് ആളുകൾ അതിനെക്കുറിച്ചൊരു ചിന്തിക്കാൻ തുടങ്ങിയതും കൊച്ചി പോകുമ്പോൾ ചുമ്മാ എന്തെങ്കിലും കയറി കാണാനും ഒക്കെ ഒരു അവസരം ഉണ്ടായത്. അതിന് ശേഷം ആ ഒരു ഫോളോ അപ്പ് ഇവിടെ വീണ്ടും മറ്റുള്ള പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ ഒന്നും കൊണ്ടുപോയിട്ടില്ല. അവിടെ 4 വർഷം കൂടുമ്പോൾ ഒരു മേള നടക്കും, അത് കണ്ട് പോരും. ഇതിൻ്റെ ഫോളോ അപ്പും ഇതിന് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു ഗുണപ്രദമായ രീതിയിൽ അതിൽ നിന്ന് അവർക്കൊരു ഇത് കിട്ടണം, എന്തെങ്കിലും കിട്ടണം. അപ്പോഴാണ് നമ്മൾ എന്തൊക്കെ ചെയ്താൽ തന്നെ ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഞങ്ങളിവിടെ കലാകാരന്മാർക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പിള്ളേരെ വെച്ചിട്ട് എല്ലാ ചെണ്ട ഉൾപ്പെടുന്ന, വായ്പാട്ട് ഉൾപ്പെടുന്ന, ചിത്രകല, ശില്പം ഉൾപ്പെടുന്ന ഒരു ഫെലോഷിപ്പ് കലാകാരന്മാരെ വെച്ചിട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങളിൽ നിരവധി അവരുടെ ഒരു പ്രതിഭ തെളിയിക്കാൻ വേണ്ടി സ്ഥിരമായിട്ടൊരു ഇപ്പം അങ്കമാലി നഗരസഭ ടൗൺ ഹാൾ പണിയാനുള്ള പ്ലാനുണ്ട്. അതിനോട് അനുബന്ധിച്ച് ഒരു ഏരിയ, ഒരിടം ഈ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരുക്കാൻ എൻ്റെ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏത് കലകളും നമുക്കിവിടെ അവതരിപ്പിച്ച് പോകാനും അതിന് ആളുകൾ ഒരു കൾച്ചർ പരിപാടികൾ നടക്കാൻ പറ്റിയ ഇടങ്ങൾ അങ്കമാലിയിൽ കുറവാണ്. അപ്പോൾ വിവിധ മേഖലയിലുള്ള കലകളെ സമ്മേളിപ്പിച്ചിട്ട് ഇവിടെ ഇടയ്ക്ക് ഒരു പ്രോഗ്രാം, നല്ല പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ നിന്നുള്ള പ്രശസ്തരായ ആളുകളെയും പുറമെ ആളുകൾ സംഘടിപ്പിച്ചിട്ട് എല്ലാ വർഷവും ഒരു കലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു പരിപാടി ചെയ്യാനുള്ള ആസൂത്രണം നടക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ കയറിയിട്ട് 5-6 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഈ അടുത്ത ബഡ്ജറ്റിൽ അതിന് ഉൾപ്പെടുത്താവുന്ന ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കലാകാരന്മാർക്ക് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുന്ന വലിയൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അത് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ചിത്രകാരന്മാരെ ഒരു വിലയിരുത്തപ്പെടുന്നത് ഒരു എക്സിബിഷൻ നടത്തുക, അത്തരത്തിലുള്ളൊരു ആളുകളെ കാണുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താലാണ് ചിത്രകാരനായിട്ട് അംഗീകരിക്കുന്ന ഒരു സമൂഹം ഉണ്ട് ഇവിടെ. അപ്പോൾ അത്തരത്തിലുള്ള ചിത്രകലാ പ്രദർശനങ്ങളൊക്കെ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ടോ? എക്സിബിഷൻ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ, ഞങ്ങൾക്ക് എക്സിബിഷൻ നിർബന്ധമായിട്ട് ചെയ്യണം, അങ്ങനെയുണ്ട്. അത് കൂടാതെ പഠിച്ച് കോളേജിൽ പഠിത്തം കഴിഞ്ഞ ശേഷം നമ്മൾ തൃശ്ശൂർ ലളിതകലാ അക്കാദമിയിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ഷോ നടത്തിയിട്ടുണ്ട്. ഒരു 4-5 കൂട്ടുകാർ കൂടി ഗ്രൂപ്പ് ഷോ നടത്തി, ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു. അങ്ങനെ അത് തന്നെ ഫോളോ അപ്പ് ആയിട്ട് ഞങ്ങൾ പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 2012 കൊച്ചിൻ ദർബറ ആർട്ട് ഹാളിൽ ചെയ്തിട്ടുണ്ട് എക്സിബിഷൻ. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന എക്സിബിഷൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളൊരു 3 പേര്. പിന്നെ കൊടുങ്ങല്ലൂർ അക്കാഡമി ഹാളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കളക്ഷൻ ഒരു വലിയൊരു ആഗ്രഹമാണ് എനിക്ക്. കൗൺസിൽ സ്ഥാനം കഴിയുന്നതിന് മുമ്പ് അങ്കമാലിയിൽ തന്നെ നല്ലൊരു എക്സിബിഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. പെയിൻറ്റിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സിബിഷൻ എന്തായാലും ചെയ്തിരിക്കും ഞാൻ. നല്ല ഒരു ചിത്രകാരൻ എന്നതിൽ അപ്പുറമായിട്ട് ഇതിന് ഒരു അധ്യാപനം, അത് പഠിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ 99-2000 കാലഘട്ടത്തിൽ ഒരു ഏകദേശം 1.5 വർഷക്കാലം തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈനാൻസിൽ എനിക്ക് ഗസ്റ്റായിട്ട് ജോലി കിട്ടിയായിരുന്നു. അത് എംപ്ലോയ്മെൻറ്റ് വഴി വിളിച്ച ഇതാണ്. അതിങ്ങനെ കുറച്ച് നീട്ടി കിട്ടി. അങ്ങനെ അവസരം കിട്ടി. അത് നമുക്ക് സർക്കാർ തലത്തിൽ. പിന്നെ എനിക്ക് കിട്ടിയത് കെൽട്രോണിന് തിരുവനന്തപുരത്ത് നോളേജ് സെൻറ്ററിലാണ് കമ്പ്യൂട്ടർ അനിമേഷൻ പഠിപ്പിക്കുന്ന സെൻറ്റർ. അവിടെ ആർട്ട് ടീച്ചറായിട്ട് എനിക്ക് അവസരം കിട്ടി. തിരുവനന്തപുരത്ത് കെൽട്രോണിലുണ്ടായിരുന്നു. പിന്നെ അതിന് തുടർന്ന് തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജ്, പെരിന്തൽമണ്ണ, വളാഞ്ചേരി, തൊടുപുഴ ഇത്തരം സെൻറ്ററുകളിലൊക്കെ ചിത്രകല 2D പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡ്രോയിങ് പഠിപ്പിക്കുന്ന അനിമേഷനിൽ അധ്യാപനമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ തന്നെ എനിക്ക് അധ്യാപനത്തിലുപരി ഫ്രീലാൻഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. അധ്യാപനമാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളിൽ കൂടി നിൽക്കാം. അതിനേക്കാൾ ഉപരി എനിക്ക് ഫ്രീലാൻഡ് ചിത്രകാരൻ നടക്കുന്നതിനാണ് ഇഷ്ടം. അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ അത് തന്നെ ഫോളോ ചെയ്ത് പോകുന്നു. ഫ്രീലാൻസായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫ്രീലാൻസായിട്ട് ഈ ചിത്രകല കൊണ്ടു നടക്കുന്നതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന പടങ്ങളൊക്കെ വരയ്ക്കാനാണ്? എങ്ങനെ എത്തരത്തിലുള്ള വരകളാണ് ഫ്രീലാൻസിൽ ഇഷ്ടമുള്ളത്?
എനിക്ക് ലൈവ് സ്റ്റഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആളെ കണ്ട അപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം ഒരാളെ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സമയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് നിൽക്കാമെന്ന് വെച്ചാൽ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ പേപ്പറും പേനയും ഉള്ള മിക്കവാറും ഉണ്ടാവും കയ്യിൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വരച്ചു കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അതെനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം എനിക്ക് സന്തോഷം, വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ നിരവധി വരയ്ക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഞാൻ സമയമുള്ളപ്പോൾ തന്നെ ഒക്കെ അങ്ങനെ ഫ്രീ ലാൻഡായിട്ട് വരയ്ക്കാറുണ്ട്. അത് ഈ കാരിക്കേച്ചർ പോലെ അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ അത്തരം ടൈപ്പാണോ അത്? അങ്ങനെ പറയാൻ പറ്റില്ല. കാർട്ടൂൺ ആക്കി വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ശ്രമിക്കും. ഞാനൊരു കാർട്ടൂണിസ്റ്റ് അല്ല, എങ്കിലും നമുക്ക് ആളുടെ എക്സ്പ്രഷൻ കൊണ്ടുവരാൻ പറ്റും. മറ്റേ ഞാൻ ചെയ്യുന്നത് റിയലിസ്റ്റിക് ആയിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. മറ്റേ സമയക്കുറവിൽ ഇത്ര പെട്ടെന്ന് ചെയ്യുമ്പോൾ അതൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ചേട്ടൻ്റെ കലാരംഗത്തുള്ള കുറച്ച് കാര്യങ്ങൾ വളരെയേറെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പോരാ ശരിക്കും ജീവിതത്തിൽ പറയാൻ. പക്ഷേ ഈ ഒരു ചെറിയ സമയത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്രഷറോട് പങ്കുവച്ചു. പിന്നെ നമ്മൾ കുടുംബത്തിൻ്റെ വിശേഷങ്ങളാണ്, ആരൊക്കെയാണ് വീട്ടിലുള്ളത്, അവർക്കും ഈ കലാരംഗത്ത് പ്രത്യേകിച്ച് ഈ ചിത്രരചന എന്ന് പറയുന്ന ഈ രംഗത്ത് അവർക്കും താല്പര്യമുണ്ടോ? എന്താണ് അവരുടെ വിശേഷങ്ങൾ? എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാര്യ, 2 മക്കൾ ആൺകുട്ടികളാണ്. അവർ മൂത്താൾ BSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞ് ഇപ്പോൾ PGക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നിൽക്കുന്നു. ഇളയ ആൾ എൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് സംസ്കൃത സർവകലാശാലയിൽ ഇപ്പോൾ MFA ചെയ്യുന്നു, മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് പെയിൻറ്റിങ് സെക്ഷൻ തന്നെ ചിത്രകലയുടെ PG ചെയ്യുന്നു. പുള്ളി നല്ല ഐപോഡിലൊക്കെ വന്നിട്ട് വരയ്ക്കും. അപ്പോൾ ഒരു 2-3 സിനിമകൾക്ക് സ്റ്റോറി ബോർഡ് വരയ്ക്കാൻ പോയിട്ടുണ്ട്. പടങ്ങൾ വരണുള്ളൂ, സ്റ്റോറി ബോർഡ് അറിയാമല്ലോ, സ്റ്റോറി ബോർഡ് കഥ പഠിച്ചിട്ട് വരയ്ക്കും. അങ്ങനെയുള്ള പുള്ളി അത്തരം വർക്കുകൾ ഐപോഡിൽ, ഇപ്പോൾ കുട്ടികളിപ്പോൾ പഴയ പോലെ അല്ല, ക്യാൻവാസിൽ അല്ലെങ്കിൽ മറ്റേ വരയ്ക്കൽ വളരെ കുറവാണ്. ഇപ്പോൾ ആ ഒരു ഇതിലേക്ക് പോയിട്ടുണ്ട്. ഇളയ മകൻ ചിത്രകല പഠിക്കുന്നുണ്ട്, നമ്മൾ പാത പിന്തുടരുന്നുണ്ട്. വൈഫ് ഹൗസ് വൈഫാണ്. അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. എൻ്റെ വരുമാനം ഒക്കെ ആയിട്ട്. ചേട്ടാ, അപ്പോൾ ഈ ഒരു ചെറിയ ഷോയിൽ പങ്കെടുത്തതിൽ വളരെയധികം നന്ദി. ചേട്ടൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിൽ സന്തോഷം. അപ്പോൾ കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കലാരംഗത്ത് എത്തിപ്പെടാൻ പറ്റുന്നതിലെ ഏറ്റവും വലിയ ഉയർച്ചയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.